ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ് കേട്ടോ. ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് നീളത്തിൽ അരിഞ്ഞെടുത്ത പച്ചക്കറികളാണ്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ അവിയൽ തയ്യാറാക്കാനുള്ള പാനിലേക്ക് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ അവിയലിലെ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിലോട്ട് ഞാൻ ഇട്ടിട്ടുള്ളത് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 കപ്പ് ചെരുകിയ തേങ്ങ, അല്പം ചെറിയുള്ളി 5-10, അവസാനമായി 1-2 പച്ചമുളക്. ഇവയെല്ലാം ചേർത്ത് ഒന്ന് ചതച്ച് എടുക്കണം. അരയ്ക്കുമ്പോൾ ഫൈൻ പേസ്റ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഈ അരപ്പ് അവിയലിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിയുള്ള 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് തൈര് ചേർക്കാം കേട്ടോ. അപ്പോൾ അവിയലൊന്ന് പാകമായിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.